गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुर्साक्षात् परब्रह्मं तस्मै ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. 2026 ജനുവരി 11 മുതൽ 17 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, ധനു 27 മുതൽ മകരം 3 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദര സ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി രവി, ബുധൻ, ശുക്രൻ, കുജൻ എന്നിവയും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്സുഖം കുറയും. പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരിടേണ്ടതായി വന്നേക്കാം. ശയനസുഖം, അപകടഭീതി, സ്വാതന്ത്ര്യക്കുറവ്, തൊഴിൽ പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാം. ധനനാശത്തിനിടയുണ്ട്. കാര്യവിഘ്നവും ഭാഗ്യഹാനിയും ഉണ്ടാകാനിടയുണ്ട്. ഇഷ്ടജനങ്ങളുമായി പിരിഞ്ഞിരിക്കേണ്ടതായി വന്നേക്കാം. കലഹപ്രവണത ഉടലെടുക്കും. അലച്ചിൽ, ശത്രുശല്യം എന്നിവ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി രവി, കുജൻ, ബുധൻ, ശുക്രൻ എന്നിവരും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സമ്പത്തും കീർത്തിയും വർദ്ധിക്കാനിടയുണ്ട്. ദാമ്പത്യ സൗഖ്യം വർദ്ധിക്കും. കുടുംബ ബന്ധങ്ങൾ ദൃഢതരമാകും. സന്താനലാഭം, കാര്യവിജയം എന്നിവ ഉണ്ടാകും. വ്രണാദി രോഗങ്ങളും മാനനഷ്ടവും ഉണ്ടാകാനിടയുണ്ട്. രോഗശമനം, മൃഷ്ടാന്നലാഭം, ആയുധം കൊണ്ട് മുറിവേൽക്കുക, ഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. സർക്കാർ സംബന്ധമായ ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകീരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി രവി, കുജൻ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശാരീരിക അധ്വാനവും സഞ്ചാരക്ലേശവും വർദ്ധിക്കും. ദുഃഖം, ശത്രുനാശം, മൃഷ്ടാന്നലാഭം, കാര്യതടസ്സം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. രക്തസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്വജനവിരോധവും ഉറക്കമില്ലായ്മയും ഉണ്ടാകും. സ്ഥാനഭ്രംശം ഉണ്ടാകാനിടയുണ്ട്. ഗൃഹോപകരണങ്ങളോ ആഭരണങ്ങളോ വാങ്ങാനിടയുണ്ട്. ദുഷ്പ്രവൃത്തികളിൽ ആസക്തി വർദ്ധിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കുകയില്ല. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി രവി, കുജൻ, ബുധൻ, ശുക്രൻ എന്നിവയും ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖവും ധർമ്മപ്രവൃത്തികൾക്ക് തടസ്സവും ഉണ്ടാകാനിടയുണ്ട്. ദാമ്പത്യ സൗഖ്യം കുറയും. തൊഴിൽ തടസ്സവും ധനപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. കാര്യവിജയവും ശത്രുക്കളുമായി രമ്യതയും ഉണ്ടാകും. ഭാര്യാകലഹവും ഉദരരോഗങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഭയം, ദുഃഖം, രോഗശമനം, ശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. ആഗ്രഹസാഫല്യം ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി രവി, ബുധൻ, കുജൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യനില തൃപ്തികരമായിരിക്കുകയില്ല. മനോവിഷമങ്ങൾക്ക് സാധ്യത കാണുന്നു. കാര്യവിജയം, ഭയം, ദുഃഖം, ശത്രുനാശം എന്നിവ പ്രതീക്ഷിക്കാം. കാര്യവിജയവും ധനവർദ്ധനവും ഉണ്ടായേക്കാം. കുടുംബകലഹത്തിന് സാധ്യത കാണുന്നു. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും. ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടതായി വരും. നാൽക്കാലികൾക്കും ബന്ധുക്കൾക്കും അരിഷ്ടതകൾക്ക് യോഗം കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി രവി, ബുധൻ, കുജൻ, ശുക്രൻ എന്നിവരും കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാകാനിടയുണ്ട്. സന്താനലാഭവും ബന്ധുഗുണവും ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രാഗുണം ഉണ്ടാകും. ജ്വരവും ഉചിതമല്ലാത്ത ചിന്തകളും ഉണ്ടായേക്കാം. വസ്ത്രലാഭം, ഭയം, ശയനസുഖം, മാനക്ഷയം എന്നിവയ്ക്ക് യോഗം കാണുന്നു. ദാമ്പത്യ സൗഖ്യം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്.
ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി രവി, ബുധൻ, കുജൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഗ്രഹവാഹനാദി സൗഖ്യമുണ്ടാകും. ഭാഗ്യസിദ്ധി, മാനക്ഷയം, കാര്യവിജയം, അനാരോഗ്യം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ദുർജന സംസർഗം ഉണ്ടാകും. സഹോദരന്മാരുമായി അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യത. ധനലാഭവും ആജ്ഞാശക്തിയും ഉണ്ടാകും. അധികാരസ്ഥാനപ്രാപ്തിയും അശന ശയന സുഖവും ഉണ്ടാകും. ശത്രുനാശവും കാര്യജയവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശ്രീകൃഷ്ണ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി രവി, ബുധൻ, കുജൻ, ശുക്രൻ എന്നിവരും പുത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനോനിയന്ത്രണം ശീലിക്കണം. ഐശ്വര്യവും ശത്രുനാശവും ഉണ്ടാകും. സ്വാതന്ത്ര്യക്കുറവും ധനപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. കാര്യവിജയം, സന്തോഷം എന്നിവ പ്രതീക്ഷിക്കാം. ഭാഗ്യസിദ്ധി, കർമ്മതടസ്സം, വസ്ത്രലാഭം, അമിത ചെലവ് എന്നിവയ്ക്ക് ഇടയുണ്ട്. ധനപരമായ ക്രയവിക്രയങ്ങളിൽ സൂക്ഷ്മത പുലർത്തുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിലും ധനസ്ഥാനത്തുമായി രവി, ബുധൻ, കുജൻ, ശുക്രൻ എന്നിവരും സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹപീഡയും സഞ്ചാരക്ലേശവും ഉണ്ടാകാനിടയുണ്ട്. മൃഷ്ടാന്ന ലാഭം, കർമ്മതടസ്സം, സന്തോഷം, ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം. ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ബന്ധുക്കളുമായി കലഹത്തിന് ഇടയുണ്ട്. കുടുംബസുഖം വർദ്ധിക്കും. അനുഭവ ഗുണം ഉണ്ടാകും. ബന്ധുക്കൾക്ക് കഷ്ടതകൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി രവി, ബുധൻ, കുജൻ, ശുക്രൻ എന്നിവരും സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യവർദ്ധനവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. വിശേഷ വസ്ത്രലാഭവും കളത്രസുഖവും പ്രതീക്ഷിക്കാം. ബന്ധുഗുണം കുറയും. ശത്രുഭയം ഉണ്ടാകും. സ്വജനവിരഹവും കാര്യതടസ്സവും പ്രതീക്ഷിക്കാം. മൃഷ്ടാന്ന ലാഭം, സർക്കാർ ആനുകൂല്യം, അനുഭവ ഗുണം, അമിതമായ ചെലവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കർമ്മഗുണം കുറയാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്ത കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി രവി, ബുധൻ, കുജൻ, ശുക്രൻ എന്നിവരും ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവ ഗുണം വർദ്ധിക്കും. കർമ്മപുഷ്ടി ഉണ്ടാകും. ബന്ധനം, അഭീഷ്ടസിദ്ധി, സന്തോഷം, കാര്യതടസ്സം എന്നിവ ഉണ്ടായേക്കാം. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. പല പ്രകാരത്തിലുമുള്ള അഭിവൃദ്ധി ഉണ്ടാകും. സജ്ജന സംസർഗവും ദാമ്പത്യ സൗഖ്യവും പ്രതീക്ഷിക്കാം. വസ്ത്രാഭരണാദികൾ ലഭിക്കാനിടയുണ്ട്. ശക്തിക്കുറവും വിദ്യാതടസ്സവും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായി രവി, ബുധൻ, കുജൻ, ശുക്രൻ എന്നിവരും ജന്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. വിഷഭയവും ധനനാശവും ഉണ്ടാകാനിടയുണ്ട്. നിർഭയത്വവും മനസ്സന്തോഷവും ഉണ്ടാകും. നാൽക്കാലികളിൽ നിന്ന് ഭയം ഉണ്ടാകാനിടയുണ്ട്. ശത്രുനാശവും കളത്രസുഖവും പ്രതീക്ഷിക്കാം. അപകടഭീതി, ബന്ധനം, സർക്കാർ ആനുകൂല്യം, ബന്ധുസമാഗമം എന്നിവയ്ക്ക് യോഗം കാണുന്നു. കർമ്മപുരോഗതി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക.